ഈ റൗണ്ടിന്റെ പേരാണ് സവാരി ഗിരിഗിരി. ഇതിൽ 4 ചോദ്യമുണ്ട്. കുറച്ചുകൂടെ കട്ടിയായിരിക്കും. നേരത്തെ പോലത്തെ അത്ര എളുപ്പമായിരിക്കില്ല, കുറച്ചുകൂടെ. എന്നിട്ട് ഞാൻ ഒരെണ്ണം തെറ്റിച്ചു. കുറച്ചുകൂടെ കട്ടിയായിരിക്കും. പക്ഷേ പേടിക്കണ്ട, സഹായിക്കാൻ വേണ്ടി മഞ്ജുവിന്റെ ഒരു അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്തോ? അടുത്തൊരു സുഹൃത്തുണ്ട്. ഇതാ നോക്കിക്കോളൂ, വീഡിയോ കോളിൽ നോക്കിക്കോളൂ. ഈ സാധനത്തിന് എന്തിനും കൊണ്ടുവന്നേ? നമസ്കാരം ചേട്ടാ. ഇവിടെ എനിക്ക് പണി തരുന്നവളാ. പണി തന്നല്ല, ഞാനേ എന്റെ നാത്തൂൻ ഇവിടെ കിടന്ന് വിഷമിക്കുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഓടി വന്നതാ. ഞങ്ങള് നാത്തൂനുമായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നതാ. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എപ്പോഴും ഇടിയാ. സൗമ്യല്ലേ? അതെ, എന്റെ കൂടെ ഇന്നലെ വരെ ഇരുന്ന് അഭിനയിച്ചവളാണ്. എന്നോടൊരു അക്ഷരം പറഞ്ഞില്ല. പറയില്ല ഞാൻ. ഈ മുതലിന് സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്നെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞു തരൂല, ഇനി ഒന്നും പറയില്ല. നിനക്കറിയാവോ എനിക്ക് കിട്ടിയ 3000 നീ കളയോ? എനിക്ക് 4000 കിട്ടിയില്ലേ? 4000 കിട്ടി. പക്ഷെ ഈ 4 ചോദ്യത്തിന് സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ച് സംസാരിച്ചു, ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടത്തെറ്റ് പറഞ്ഞു ചേട്ടാ. ഞാൻ ഇനി ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല, കാരണം എന്നെ ചേച്ചിക്ക് വിശ്വാസം ഇല്ല. എന്നാ എന്നെപ്പിച്ച് വിട്. പിന്നെ എന്ത് ഒന്ന് വിശ്വസിക്കും. നോക്കാം. ഇല്ലട്ടാ, ഞങ്ങള് ഭയങ്കര കൂട്ടാ. ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആണ്. എവിടാ സ്ഥലം? ആലപ്പുഴ. നിന്റെ സ്ഥലത്തിന്റെ പേര് പറ. ആലപ്പുഴ. ഇല്ലില്ല, സ്ഥലത്തിന്റെ പേര് പറയില്ല. ഞാൻ പറയാം. ഞങ്ങള് സ്വതവേ വിളിക്കുന്ന കൊമ്മാടി സൗമ്യ എന്നാണ്. കൊമ്മാടി എന്തോ മഹാന്മാരുള്ള നാടാന്നറിയോ? കൊമ്മാടി, തെമ്മാടി എന്ന് പറഞ്ഞ പോലെ ഇല്ലേ? ചേട്ടാ കിഴക്കമ്പലൊന്നും അല്ല, അത് പട്ടിമറ്റമായിരിക്കുന്നത്. പട്ടിമറ്റം മഞ്ജു പത്രോസ് ആണായിരിക്കുന്നത്. അതെ, നിങ്ങളുടെ വഴക്ക് ഇവിടെ നിർത്ത്, നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഓക്കെ. അപ്പൊ സവാരി ഗിരിഗിരിയാണ് നമ്മൾ തുടങ്ങാൻ പോണേ. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിലെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. എത്ര രൂപയ്ക്ക് ഡ്രസ് എടുത്തു എന്നാണ് മീനുക്കുട്ടി തൻ്റെ അപ്പൂപ്പനോട് പറയുന്നത്? എ 265, ബി 365, സി 165. എത്ര രൂപയ്ക്ക് ഡ്രസ് എടുത്തു എന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു. പെണ്ണായതുകൊണ്ട് 365 ആയിരിക്കും. 265, 365, 165. ചോദിക്കൂ, സഹായം ചോദിക്കൂ. കൊമ്മാടി ചേച്ചി, എനിക്ക് അത്ര ഉറപ്പില്ല. നമുക്ക് 1, 2, 3, 10 എവിടെ വരുന്നു അത് പറഞ്ഞു ചേച്ചി. കറക്കി കുത്താൻ നമുക്ക് 1, 2, 3 അത് 10 എവിടെ വരും അതങ്ങ് പറ. എനിക്ക് അത്ര ഉറപ്പില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 265 ആണ് വരുന്നത്. പക്ഷെ എന്റെ മനസ്സ് പറയണ 365. നീ എന്താ 265 പറയണ? 365. ഞാൻ എനിക്ക് കൺഫ്യൂഷൻ ഉള്ള സമയത്തൊക്കെ ഞാൻ അങ്ങനെ കറക്കി കുത്തി 10 എവിടെ വരുന്ന അത് പറയാറുണ്ട്. നോക്ക്. എന്നാ പിന്നെ 265 പറയട്ടെ. പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഞാൻ തരാം. ചേട്ടനെ ഒന്നും കാണുന്നില്ലല്ലോ, കൈയും കാലൊന്നും കാണിക്കുന്നില്ലല്ലോ. 265 പറഞ്ഞില്ലേ? 265. എന്തായാലും ഞാൻ അങ്ങ് എടുത്തിട്ട് പൂട്ടുക. 265 ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഒന്ന് തെറ്റട്ടെന്ന് പൂട്ടുക, സാരമൊന്നുമില്ല. പിന്നെ ഞാന് ഒരാളും കൊണ്ട് സാക്ഷി. ഈ കോളേജ് പഠിച്ചത് എവിടെയെന്ന് പറഞ്ഞു? ഭാരത് മാതാ, കാക്കനാട്, തൃക്കാക്കര. അപ്പം അവിടെ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിനെ ഓർക്കുന്നത്? അന്ന് ഈ പറഞ്ഞ പോലെ ക്ലാസ് കട്ടിയലും പഴംപൊരി തിന്നാൻ പോക്കും വായിനോട്ടം ഒക്കെ തന്നെയായിരുന്നു. വായിനോട്ടം ആ പോയിന്റിലാണ് എനിക്ക് ഒരു വായി നോക്കാത്ത മനുഷ്യണ്ട്. കോളേജിൽ പഠിക്കുമ്പോ വായി നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തുവാ? അല്ല, വായി നോക്കുമ്പം അങ്ങനെ വല്ലവരും വന്ന് വീണിട്ടുണ്ടോ വായി നോക്കി? പിന്നെ ആണോ? അവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? അതൊക്കെ സ്വാഭാവികല്ലേ. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാര്? ഞാൻ അവരുടെ മുമ്പിൽ അലച്ചും കെട്ടി വീണിട്ടുണ്ടെന്നേ. വീണിട്ടുണ്ട്. അയ്യോ, വീണിട്ടുണ്ടെന്ന് പ്രണയത്തിലോ? നീ വീണ് നിലത്ത് വീണ് മുട്ടൊക്കെ പോട്ടെ. എന്തിന്? വായി നോക്കിട്ടോ? വായി നോക്കിട്ടായിരിക്കും വീണത്. അതെന്താ, സ്പോർട്സ് ഡേ ആണേ. അപ്പൊ ഈ പുറത്തുനിന്ന് ചേട്ടന്മാരൊക്കെ വരുമല്ലോ. അപ്പൊ ഗ്രൗണ്ടിൽ മറ്റേ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ പണ്ട് ഞങ്ങളുടെ കോളേജില് ഈ ഒരു മഞ്ഞ പൂവുണ്ടാവേണ്ട ഒരു മരം ഉണ്ടല്ലോ, ഈ വാഗ പോലെ ഇരിക്കുന്നേ. ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഞങ്ങളൊക്കെ നിരന്നിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കല്യാണ വീട്ടിലൊക്കെ ചെന്നാലും നമ്മളൊക്കെ ഇങ്ങനെ നോക്കൂല്ലോ, കാണാൻ കൊള്ളാവുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ
നോക്കും. ചേട്ടൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഇങ്ങനെ നോക്കും. അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അറിയാതൊരു നോട്ടം. ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം. പിന്നെ ചിലപ്പോ അവിടെ കാണില്ല. പിന്നെ നോക്കും. പിന്നെ നമ്മൾ വിചാരിക്കും എന്നെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മിണ്ടാതെ കുറച്ചു നേരം ഇരിക്കും. അപ്പോൾ ഞാൻ മിണ്ടാതെ ഞാൻ നല്ല നോട്ടായിരുന്നു. എന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇതിങ്ങനെ ഒരു ചേട്ടൻ കൊള്ളാം നോക്കി അങ്ങനെയൊക്കെ ഇരുന്നിട്ടാ കുറച്ച് ഫുട്ബോളാണ് കളിക്കുന്നത്. ഫുട്ബോൾ അവിടെ കളിക്കുന്നുണ്ട്. ഇത് വേറെ കളിക്കുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ശല്യപ്പെടുത്തൂല. അത് വേണ്ട. എന്നിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് ചേട്ടനെ കാണല്ലേ, ഇത് എവിടെ പോയി പിന്നെ ബോറടിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ എന്നാ ക്യാൻറ്റീനിൽ പോയിട്ട് പഴംപൊരി കഴിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ കണ്ട മുണ്ടം കിടക്കുവാണേ. അപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് ഞങ്ങൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടി അങ്ങ് നടന്നപ്പോഴത്തേനും അപ്പുറത്ത് നിൽക്കുന്നു. സന്തോഷമായി. ഞാൻ എന്നിട്ട് നോക്കിയപ്പോഴത്തേനും ഒരു കുഴി, ഇങ്ങനെ ഒരു കുണ്ട് പോലത്തെ സ്ഥലം ഉണ്ടായി. വീണിട്ടില്ല. അയാളും കണ്ട് കൂട്ടുകാരും കണ്ട്. അയ്യോ മുട്ടൊക്കെ പൊട്ടിന്റെ ഓടി വന്നോ? ഇല്ല, ദുഷ്ടനൊന്നല്ല. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നോക്കുക കിട്ടിയ ഒരു അവസരം ഓടി വന്ന് എന്ത് പറ്റി കാലിലോ അങ്ങനെയൊക്കെ കൊറേ സംഭവങ്ങള്. അല്ലാതെ ഇപ്പോഴും ഒരു കുറവൊന്നും വന്നിട്ടില്ല ചേട്ടാ. ഇപ്പോഴും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എല്ലാവരും. ആണല്ലേ? എടാ അനുവേ, അനൂപിനൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. ആണോ? അല്ല, ഓർക്കസ്ട്രയിൽ കേട്ടോ. അല്ല അതങ്ങനെ ഞാൻ വിചാരിച്ച അനൂപിനൊക്കെ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനൂപ് കുറെ നടന്നിട്ടുണ്ടെന്നൊക്കെ തോന്നി എനിക്ക്. അനൂപ് എന്നെക്കാളും ഒരുപാട് ഇളയതായിരിക്കും. അവനങ്ങനൊന്നുമില്ല. അപ്പൊ ഉത്തരം നൽകിയിരിക്കുന്നത് A265 ആണ്. A265 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. ഞാൻ പറഞ്ഞില്ലേ. രണ്ടാമത്തെ ചോദ്യം ഇതാ. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം. ഈ ഗാനരംഗത്തിനിടയിൽ ആനയെ കാണിക്കുന്നത് എപ്പോഴാണ്? എ, പാട്ടിന്റെ ചരണത്തിൽ, പാട്ടിന്റെ പല്ലവിയിൽ ആനയെ കാണിക്കുന്നില്ല. സെക്കൻഡ്. ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. അവിടെ ഇനിയും കറക്ക കുത്തും. ഞാൻ ആനയെ പാട്ടില് കണ്ടിട്ടേ ഇല്ല. ആനയുണ്ടോ ആ പാട്ടില്? അപ്പൊ ആനയില്ല. ആനയില്ല. ഞാൻ ഓട്ടോറിക്ഷ കണ്ടിട്ടുള്ളൂ. കല്യാണ സീൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അതിനകത്ത് കല്യാണ സീൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അതിനകത്ത് ആന ഉണ്ടാവും ചിലപ്പോ. ആനയെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കാണിക്കുന്നില്ല. എടുത്തിട്ട് പൂട്ടിക്കാം. ശ്രദ്ധിച്ചിട്ടാണോ പറഞ്ഞത് അതോ എന്ത്? അല്ല, ആനയെ കാണിക്കുന്നില്ല. അല്ല, ഓട്ടോറിക്ഷയും മറ്റേ ആന ഉണ്ടായിരുന്നു. ആണോ? ആ തീപ്പന്തം മറ്റേ അത് ഇത് എല്ലാം കൂടെ ചേർത്ത് ഒരു ആഘോഷമല്ലായിരുന്നു അത്? ശരി. കല്യാണത്തിന് അരിയണത് മോഹൻലാലിന്റെ രണ്ടെണ്ണമൊക്കെ അടിച്ചും എല്ലാരും കൂടെ അങ്ങ് പ്ലാറിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഞാനത് പറയണതിന് മുമ്പ് ശ്രീയേട്ടൻ പൂട്ടി. എന്റെ അടുത്ത് പറഞ്ഞില്ലേ, പൂട്ടാൻ പറഞ്ഞില്ലേ? അത് ഞാൻ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോഴേ ഞാൻ പൂട്ടാന്ന് പറഞ്ഞ പൂട്ടിയില്ലേ? ആനയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കൂല. അല്ല, വേറൊന്നുമല്ല, ആനയെ ഫ്രിഡ്ജിനകത്തല്ലേ വെച്ചിരിക്കുന്നത്, അപ്പൊ കാണത്തില്ലല്ലോ. ഫ്രിഡ്ജിനകത്ത് നമ്മൾ ജിറാഫിനെ കയറ്റാൻ വേണ്ടി ഇറക്കി. ഓ, പറഞ്ഞ ശരിയാണ്. ഞാൻ കണ്ടിട്ടില്ലേ ചേച്ചി ആനേനെ? ഇല്ലല്ലേ? നീ പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഒരു ചോദ്യം കൂടെ. എടുക്കും തോറും വലുതാകുന്നത് എന്ത്? എടുക്കും തോറും വലുതാവോ? എടുക്കും തോറും വലുതാകുന്നത് എന്ത്? എന്താടി? നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആണോ? എടുക്കും തോറും വലുതാകുന്ന ഒരു സാധനം. ശ്വാസം എടുക്കുമ്പോ എന്തെങ്കിലും വലുതാവുന്നുണ്ടോ?
ഈസി ഒരു ക്ലൂ പറഞ്ഞ Easy എങ്ങനെ അല്ലേ? ഇരിക്കുന്നെങ്കിലും പറഞ്ഞ ചേട്ടാ പ്ലീസ്. അത് പറഞ്ഞു തന്നാ പോയി. 500 രൂപ തരാം. ഒരു ചെറിയ ക്ലൂ, എന്തെങ്കിലും ഒരു ക്ലൂ. നിങ്ങൾ എന്നെ വെറുതെ ഇങ്ങനെ എന്തിനാണ് ശ്രീയേട്ട, ഇത് അന്താരാഷ്ട്ര മത്സരമൊന്നും അല്ലല്ലോ. വേറൊന്നുമല്ല, ഇതിപ്പോ ഒരു ഇതിനകത്ത് മുടിയാണോ? മുടി മുടിയോ എടുക്കുന്നോറും വലുതാവൂ അത്. ഒരു ക്ലൂ പറ. നിങ്ങൾ എന്നെ ഒന്ന് കുഴി കൊണ്ടിട്ട് കേട്ടോ. കുഴി. കുഴി. ശരിയല്ലേ? അടിപൊളി. ആ, നിങ്ങള് വേറെന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരുന്നത്, അതാണ് കുഴപ്പം. ഞാൻ വിചാരിച്ച മുടി വടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വളരുമല്ലോ, അതായിരിക്കും. ഇന്നലെ ഞങ്ങള് ബലൂൺ വീർപ്പിച്ച്, ഞാൻ പെട്ടെന്ന് ഇനി അതാണോ എന്ന് വിചാരിച്ചു. അപ്പോ സി, ആനയെ കാണിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 1000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്.